ഒരു 10,000 രൂപ അങ്ങ് കയ്യിൽ വെച്ച് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒരു കടയിൽ പോയി നോക്കുമ്പോഴാണെങ്കിൽ ആ പൈസക്ക് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം. ക്വാളിറ്റി ഒന്നും വലുതായിട്ടൊന്നും കാണില്ലായിരിക്കും, പക്ഷെ കുട്ടി കുട്ടി സാധനങ്ങൾ കുറേ എണ്ണം വാങ്ങിക്കാം. മറ്റു കടയിൽ നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ലക്ഷറി, അതായത് നിങ്ങൾ കുറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം, അതായത് വേണമെങ്കിൽ വാച്ചാവാം, ഷൂസ് ആവാം, ഒരു ബ്രാൻഡഡ് ഐറ്റം, അതും കാണുന്നു. നിങ്ങൾ എന്ത് വാങ്ങിക്കും? ഞാനാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആ പൈസയ്ക്ക് കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതേ മനസ്സിൽ വിചാരിക്കുള്ളൂ. അതിൽ നമ്മൾ എന്ത് വിചാരിക്കും? വാവ്, ആ പൈസനെ കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, സന്തോഷം, സമാധാനം, കുറേ പൈസ ലാഭിച്ചവർ എന്തൊക്കെയോ ഫീൽസ് ആയിരിക്കും. അതിനെയാണ് പറയുന്നത് മിഡിൽ ക്ലാസ് മെന്റാലിറ്റി. പക്ഷേ നിങ്ങൾ എന്ന് ഈ മെന്റാലിറ്റി മാറ്റുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാനുള്ള ആ ഒരു ത്വര കൂടെ കൂടുള്ളൂ. ത്വരയില്ലേ ത്വര? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നീ മെന്റാലിറ്റി മാറ്റി ആ ബ്രാൻഡഡ് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അന്ന് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരും, നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാനുള്ള ആ ഒരു ത്വരയും കൂടെ ഉയരും. എത്ര ആൾക്ക് മനസ്സിലാവും എന്നറിയില്ല. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല.